കെ.എം. മാണിക്കെതിരെ വിമർശനവുമായി വീക്ഷണം പത്രത്തിന്റെ മുഖപ്രസംഗം. മാണിയുടെ യാത്ര കനാലിലേക്കോ നരകത്തിലേക്കോ എന്ന് വീക്ഷണം മുഖപ്രസംഗം. മാണി ഗ്രൂപ്പിന്റെ നടപടി രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കാത്തതെന്നും ദേവദാസികളെ പോലെ ആരുടെ മുന്നിലും ആടാനും മാണി തയ്യാറാണെന്നും വീക്ഷണം മുഖപ്രസംഗം പറയുന്നു. വിവരങ്ങളുമായി സിജു സുഗതൻ ചേർന്നുണ്ട്. സിജു, ഇന്നലെ തന്നെ വിവിധ നേതാക്കളുടെ വാക്കുകളിലൂടെ പ്രതിഷേധങ്ങളൊക്കെ പുറത്തു വന്നെങ്കിലും ഇത് അങ്ങേയറ്റം തങ്ങളുടെ വിമർശനം എടുത്തു പറയുന്ന രീതിയിലുള്ള ഒരു മുഖപ്രസംഗമാണ് ഇത് എന്ന് ഈ ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമായി തന്നെ വീക്ഷണ മുഖപ്രസംഗത്തിൽ പറയുന്നത് മാണിക്കെതിരെ? സൗമ്യ, ചെറിയ വാക്കുകളിൽ പറഞ്ഞാൽ കോൺഗ്രസിന്റെ കലിപ്പ് തീരുന്നില്ല, അല്ലെങ്കിൽ കലി അടങ്ങുന്നില്ല എന്ന തരത്തിൽ പറയേണ്ടി വരും. കാരണം സമീപകാല രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ നേരിട്ട തിരിച്ചടി എന്ന് തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ നടന്ന സംഭവത്തെ വിലയിരുത്താൻ കഴിയും. കോൺഗ്രസ് ഒരിക്കലും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു നിലപാടാണ് കേരള കോൺഗ്രസ് കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നടപടി രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കാത്തതാണെന്ന് വീക്ഷണ മുഖപത്രത്തിലൂടെ കോൺഗ്രസ് പറഞ്ഞു വെക്കുമ്പോൾ അതിനും അപ്പുറത്തേക്ക് കടക്കുന്ന സദാചാര വിരുദ്ധമായ വാക്കുകളാണ് ഒരുപക്ഷെ വീക്ഷണത്തിലൂടെ കേരള കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നതിൽ. അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്: ദേവദാസികളെ പോലെ ആരുടെ മുൻപിലും ആടാനും പാടാനുമുള്ള മാണിയുടെ രാഷ്ട്രീയ അശ്ലീലത ആരെയും ലജ്ജിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അധികാരമില്ലാതെ ജീവിക്കാനാവുന്നുള്ള അവസ്ഥയിൽ നിന്നാണ്, അതായത് മാണി UDF വിട്ടുപോയതും LDF ബന്ധത്തിന് ശ്രമിക്കുന്നതും അധികാരമില്ലാതെ ജീവിക്കാനാവില്ല എന്നുള്ള അവസ്ഥയിൽ നിന്നാണ്. രാത്രികളും ശയ്യയും മാറിലിൻ്റെ പേര് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. UDFിൽ നിന്നുകൊണ്ട് LDF സഹായത്തോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ മാണി നടത്തിയ വിഫല ശ്രമങ്ങൾ ആർക്കും മറക്കാനാവില്ല. 3.5 പതിറ്റാണ്ട് കാലത്തെ UDF ബന്ധം ഉപേക്ഷിച്ച് മാണി തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ പിന്നാലെ കൂടിയ പൂവാലന്മാരെ മാണി മോഹിപ്പിച്ചു. UDF അല്ലെങ്കിൽ LDF അതുമല്ലെങ്കിൽ BJP എന്ന തത്വദീക്ഷയില്ലാത്ത നിലപാടാണ് മാണിയുടേത് എന്നതടക്കമുള്ള വളരെ രൂക്ഷമായ ഭാഷയിൽ അല്ലെങ്കിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിലൂടെ കേരള കോൺഗ്രസിനെതിരെ ചൊരിഞ്ഞിരിക്കുന്നത്. ഇതിൽ വളരെ പ്രസക്തമായ ചില വിവരങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ഏത് സാഹചര്യത്തിലാണ് K.M. മാണി UDF വിട്ടുപോകേണ്ടി വന്നത്? കാരണം ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ അന്ന് K.M. മാണി വിട്ടുപോയത് കോൺഗ്രസ് കാട്ടിയ വഞ്ചന. കാരണം ബാർക്കോഴ കേസ് എന്ന് പറയുന്ന ആരോപണം തന്നെ കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ്. അതിന്റെ പിന്നിൽ കോൺഗ്രസ് ആണെന്ന തരത്തിലുള്ള ആരോപണം അന്ന് തന്നെ മാണി ഉന്നയിച്ചിരുന്നു. ആ വാക്കുകളെ അല്ലെങ്കിൽ മാണി അന്ന് ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ഇന്ന് വീക്ഷണത്തിന്റെ അതായത് കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ തന്നെ വന്നിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: മാണി UDFിൽ നിന്നുകൊണ്ട് LDF സഹായത്തോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാണി നടത്തിയ വിഫല ശ്രമങ്ങൾ ആർക്കും മറക്കാനാകില്ല എന്നാണ് കോൺഗ്രസ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അന്ന് മാണി പറഞ്ഞതും ഇന്ന് വീക്ഷണം പറഞ്ഞു വയ്ക്കുന്നതും ഒരേ കാര്യങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. അന്ന് മാണി UDF വിട്ടുപോകുന്നതിന് കാരണമായി പറഞ്ഞത് കോൺഗ്രസ് തന്നെയാണ് തന്നെ ചതിച്ചത്, കോൺഗ്രസിലുള്ളവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണമായി മുന്നോട്ട് വന്നത്. അതിന് തുടർച്ചയായി ഇപ്പോൾ വീക്ഷണം പറഞ്ഞു വെക്കുന്നു അന്ന് മാണി LDFിന്റെ സഹായത്തോടു കൂടി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു തോന്നലുണ്ടായിരുന്നിരിക്കാം. ആ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് കോൺഗ്രസ് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അന്തിമ റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കാനിരിക്കുന്നു. ഈ വസ്തുക്കളെല്ലാം വെളിച്ചത്ത് വരാനിരിക്കെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു ആരോപണം പുറത്തു വന്നിരിക്കുന്നു. അന്ന് മാണി LDF സഹായത്തോടു കൂടി ഇത്തരത്തിലൊരു ശ്രമം നടത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല വളരെ നിശിതമായ ഒരുപക്ഷെ മ്ലേച്ഛമായ ഭാഷ എന്ന തരത്തിൽ തന്നെ പറയാവുന്നതാണ്. രാത്രികളും ശയ്യയും മാറി മാറി പങ്കിടുന്ന തൊഴിലിന്റെ പേര് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കേരള കോൺഗ്രസ് അത്തരത്തിലൊരു പാർട്ടിയാണ് എന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അധികാരത്തിന് വേണ്ടി ഒരേ സമയം LDFും അതോടൊപ്പം തന്നെ UDFും വേണമെങ്കിൽ BJPയോടും തത്വദീക്ഷയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എന്ന തരത്തിൽ പറഞ്ഞു വെക്കുന്നു. പിന്നീടും അതായത് 35 വർഷം പുറത്ത UDFിനെ വിട്ടു മാണി പുറത്തു പോകുമ്പോൾ അയ്യോ അച്ഛാ പോകല്ലേ എന്ന കപടവിലാപം ചൊല്ലിയല്ല മാണിയെ UDF തടഞ്ഞത്, ആത്മാർത്ഥമായി തന്നെയായിരുന്നു. പക്ഷേ മാണിയിൽ ചില തെറ്റായ ചിന്തകൾ സന്നിവേശിച്ചിരുന്നു. തൻ്റെ കോഴി കോവിയിട്ടാണ് UDFിൽ നേരം പുലരുന്നതെന്ന് തെറ്റിദ്ധരിച്ചാണ് K.M. മാണിയും കോഴിയും പായയുമായിരുന്നാൽ UDF വിട്ടുപോയത്. പിന്നീടാണ്
അപ്പോഴാണ് മാണിക്ക് മനസ്സിലായത് തൻ്റെ കോഴി കൂവിയിട്ടില്ല എന്നുള്ളത്. ഇത് ഒരുപക്ഷെ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം ഒരു ഇഷ്യൂ എന്ന തരത്തിലല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസ് നേരിടുന്ന വളരെ വലിയൊരു പ്രതിസന്ധിയുണ്ട്. കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ, മുതിർന്ന നേതാക്കൾ അടക്കം, പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായിരുന്നവരടക്കം കോൺഗ്രസിൽ നിന്നിട്ട് BJP-യിലേക്ക് ചേക്കേറുന്ന സാഹചര്യം, കോൺഗ്രസ് വിട്ട് മറ്റു പല പാർട്ടികളിലേക്ക് പോകുന്ന സാഹചര്യം. അങ്ങനെ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി, ഒരു വലിയ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ നേരിട്ട ഈ ഒരു പ്രതിസന്ധി കാരണം ഇത്തരത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ CPM-ന്റെ ജില്ലാ നേതൃത്വം ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിരുന്നു. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് UDF-ന്റെ ഭാഗമല്ല. കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംഭവം വരുമ്പോൾ ഒരു പിന്തുണ കേരള കോൺഗ്രസ് നൽകിയതിന്റെ ആ സാഹചര്യങ്ങളെ കുറിച്ച് CPM നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. പക്ഷേ കേരള കോൺഗ്രസ് നൽകിയ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ നൽകിയ ഒരു അടി കോൺഗ്രസിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെയല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ തിരിച്ചടി. പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ തിരികെ കോൺഗ്രസിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ തിരികെ അങ്ങനെ എപ്പോഴും വേണമെങ്കിലും കടന്നു വരാം എന്നുള്ള വാഗ്ദാനങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിന്ന് UDF-നുള്ളിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയ്ക്കിരയായ വ്യക്തിയാണ് താൻ എന്ന് ആവർത്തിച്ച് പറയേണ്ട ഒരവസ്ഥയിലേക്ക് പോലും KM മാണി എത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു തിരിച്ചടി അത് ചെറുതല്ല എന്നൊരു വിലയിരുത്തൽ, ഇങ്ങനെ ഒരു ആക്ഷേപമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ ഒക്കെ അറിയിക്കുമ്പോഴും ഇതൊരു ചെറിയ സൂചന മാത്രമല്ല എന്ന വലിയ ഒരു തോന്നൽ കോൺഗ്രസിനുള്ളിൽ പൊതുവിൽ തന്നെ ഇല്ലേ? അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഇഷ്യൂ ഡെവലപ്പ് ചെയ്തപ്പോൾ, അതായത് മാണി കോൺഗ്രസ് CPM-ന്റെ പിന്തുണയോടുകൂടി ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്ത ഒരു സാഹചര്യം വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ, ജില്ലയിലെ നേതാക്കളും അതോടൊപ്പം ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ് അടക്കമുള്ള നേതാക്കൾ അതിരൂക്ഷമായ ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു അടി എന്ന തരത്തിൽ തന്നെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. അങ്ങനെ കിട്ടിയപ്പോൾ കോൺഗ്രസിനേറ്റ ഒരു പ്രഹരം, ആ പ്രഹരത്തെ എങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടേണ്ടിയിരിക്കുന്നു. പക്ഷേ സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ KM മാണി ആരോപിച്ചതുപോലെ UDF-നകത്ത് നിൽക്കുമ്പോൾ UDF-ലെ കക്ഷികൾ, അതിലെ പ്രബല കക്ഷിയായ കോൺഗ്രസ് തന്നെയാണ് തന്നെ ചതിച്ചത്, തന്നെ ഈ ബാർക്കോഴയിലടക്കം കുടുക്കിയത് കോൺഗ്രസ് ആണെന്നൊരു ആരോപണം അന്ന് മാണി ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചന എന്ന തരത്തിൽ തന്നെയാണെന്ന് മാണി ഇക്കാര്യങ്ങളെ തിരികെ എത്താം. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, UDF-ലേക്കുള്ള വാതിലുകൾ എപ്പോഴും തുറന്നിട്ടുകൊണ്ട് ഇനി എത്ര വലിയ സ്വീകരണമൊക്കെ ഒരുക്കിയാലും അവിടെ നിന്നുകൊണ്ട് അനുഭവിച്ച യാതനകൾ മാണിക്ക് അത്ര പെട്ടെന്ന് മറക്കാനാകില്ല എന്നും അതിന്റെ പ്രതികാരം താൻ വീട്ടുമെന്നും ഇന്നലത്തെ ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് തന്നെ കേരള കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്നലത്തെ ഈ ഒരു സംഭവത്തിൽ ഊന്നിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്നുവെങ്കിലും അങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആകുലപ്പെടുത്തുന്നതാണ് എന്നൊരു ചിന്ത കോൺഗ്രസിനുള്ളിൽ തന്നെ ഇല്ലേ? ഇപ്പോൾ വീക്ഷണം മുഖപ്രസംഗത്തിലൂടെ ഒരുപക്ഷെ മാണിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ഈ വിധത്തിലൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ശ്രീ ജേക്കബ് ജോർജ്, കേരളത്തിലെ ഐക്യമുന്നണി സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത, രണ്ട് മുന്നണികൾ, ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഏറെക്കുറെ തുല്യ ശക്തികളായി രണ്ട് കൊടുമുടികൾ പോലെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ യു ഡി എഫിന്റെ അകത്തേക്ക് നമ്മൾക്ക് നോക്കിയാല് അതിലൊരു 3 സ്തംഭങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഉമ്മൻചാണ്ടി, KM മാണി, കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ ഈ സ്തംഭങ്ങളിൽ ഒന്നാണ് KM മാണി കൊഴിഞ്ഞു പോയത്. ഇപ്പോൾ ഇനി ഇങ്ങോട്ട് കയറുകയേ വേണ്ട, വരാൻ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് അതിന്റെ പടികളൊക്കെ അടയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ശരിക്കും UDFനെ ദുർബലമാക്കിയിരിക്കുകയാണ്. ദുർബലമാക്കി എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഉമ്മൻചാണ്ടി ഒരു സ്ഥാനവും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. കുഞ്ഞാലിക്കുട്ടി ഇനി ഞാൻ ഡൽഹിയിൽ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ UDF നേതൃത്വത്തിൽ ഒരു ഉറച്ച നേതൃത്വം UDFന് ഇല്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. KM മാണിയും ഇപ്പോൾ പടിക്ക് പുറത്തായി പൂർണ്ണമായിട്ടും. തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ശാക്തിക ഗ്രൂപ്പിംഗ് ഉണ്ടല്ലോ UDFന്റെ, ആ ശക്തി, ആ കരുത്താണ് UDFന് ചോർന്നു പോയിരിക്കുന്നത്. അതിന്റെ ഒരു അങ്കലാപ്പ് നേതൃത്വത്തിലൊക്കെ പ്രകടമാണ് അവരുടെ വാക്കുകളിൽ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വീക്ഷണ പത്രത്തിന്റെ റിപ്പോർട്ടിങ്ങിലും അത് വളരെ ബാധകമാണ്. അവിടെ നമ്മൾ ഇന്നലത്തെ ആ ഒരു വിഷയത്തിൽ തന്നെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവരുടെയൊക്കെ റിയാക്ഷൻ കണ്ട, കുഞ്ഞാലിക്കുട്ടിയൊക്കെ എപ്പോഴും മാണിക്കൊപ്പം നിൽക്കുന്ന ആളാണ്, തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മളത് കണ്ടതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ മാണിയെ കൂടെ നിർത്താനോ അല്ലെങ്കിൽ സ്വാഗതം അരുളിക്കൊണ്ട് നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഈ മുന്നണിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് മാണി തന്നെ ആരോപിക്കുന്ന വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളൊക്കെ വീണ്ടും ഉയർന്നു വരാനും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്കൊക്കെ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത് തിരുത്തപ്പെടേണ്ടതാണെന്ന ചർച്ചകൾ ഉടലെടുത്ത് വരാനും ഒക്കെ പ്രത്യേകിച്ച് ലീഗിന്റെ ഒക്കെ നിലപാട് അതിനുള്ളൊരു സാധ്യത കൂടിയാണോ ഇപ്പോഴുള്ളത്? ഇല്ല, ഇപ്പം കോൺഗ്രസുകാരൊക്കെ മാണിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. അവർ വ്യക്തമായി ശക്തമായ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അത് മാണിയെ ഇനിയും UDF-നകത്ത് ചേർക്കുന്ന പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം കേരള കോൺഗ്രസിനകത്തൊരു പിളർപ്പുണ്ടാക്കി മാണിയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതായിരിക്കും. അതായത് ഇന്നലത്തെ കോട്ടയത്തെ നീക്കത്തിന്റെ പിന്നിൽ MLA-മാരൊന്നും വന്നിട്ടില്ല. വൈകുന്നേരത്തെ ചാനൽ ചർച്ചകളിലും MLA-മാർ പങ്കെടുത്തില്ല കേരള കോൺഗ്രസിന്റെ എന്നോർക്കണം. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം MLA-മാരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അസംബ്ലി കൂടുന്ന സമയമാണ്. ഇന്നലെ തന്നെ ഉമ്മൻചാണ്ടി നേരിട്ട് MLA-മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന സൂചനകളുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് ഒത്തിരി പിളർപ്പുണ്ടാക്കുക, മാണിയെയും ജോസ് കെ മാണിയെയും ഒറ്റപ്പെടുത്തുക, കേരള കോൺഗ്രസിനെ കൂടെ നിർത്തുക എന്നുള്ളൊരു തന്ത്രം. എന്തൊക്കെയാണെങ്കിലും കേരള കോൺഗ്രസ് ഇല്ലാതെ UDF-ന് നിലനിൽപ്പ് പോലും ഇല്ല എന്നുള്ള സത്യം നേതാക്കന്മാർക്ക് വ്യക്തമായിട്ടറിയാം. അത് ആ ഒരു അറിവിന്റെ പശ്ചാത്തലത്തിലാവും അവരുടെ ഭാവി നീക്കങ്ങൾ. അവിടെ ഇന്നലെ തന്നെ ചില നേതാക്കളുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ജോസ് കെ മാണി കോട്ടയത്ത് എന്താകുമെന്നൊക്കെ കണ്ടറിയാമെന്ന തരത്തിലൊക്കെ. ഇത്തരത്തിൽ മാണിയെ പ്രധാന ശത്രുപക്ഷത്തേക്ക് കണ്ടുകൊണ്ട് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ അത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ കരുത്തുണ്ട് എന്നൊരു വിശ്വാസം കോൺഗ്രസിലുണ്ടോ? അല്ല, തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന്റെയും തട്ടകം ഒന്ന് തന്നെയാണ് ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളെന്നൊക്കെ പറയുന്നത്. ഒരേ സമയത്ത് ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ രണ്ട് പാർട്ടികളായിട്ട്, അതും ഒരേ സംസ്കാരമുള്ള രണ്ട് പാർട്ടികളായിട്ട് മത്സരിക്കുമ്പോൾ രണ്ട് പാർട്ടികളും തമ്മിൽ വലിയ സംഘർഷമുണ്ട്. കോൺഗ്രസ് അണികളും കേരള കോൺഗ്രസ് അണികളും തമ്മിൽ ഈ സംഘർഷമുണ്ട്. അത് സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് വോട്ട് കിട്ടില്ല എന്നൊരു ധാരണ ജോസ് കെ മാണിക്ക് തന്നെ ഉണ്ടായി. അതിന് എതിരായിട്ടാണ്, അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജോസ് കെ മാണി ഇന്നലത്തെ ഒരു സംഭവം ഓർഗനൈസ് ചെയ്തത്. അത് ജോസ് കെ മാണിയുടെ ബുദ്ധിയായിരുന്നു. അതുകൊണ്ട് ഒരു സമയത്ത് തന്നെ കേരള കോൺഗ്രസ് UDF-നെ ഒരു വാണിംഗ് കൊടുക്കാം, അതേസമയം ഇടതുപക്ഷ മുന്നണിയുമായിട്ട് നല്ല പാലം ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു രണ്ട് വഴിയാണ് ജോസ് കെ മാണിയുടെ മുമ്പിലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ രണ്ട് വഴികളും തുറക്കുന്ന ലക്ഷണമില്ല എന്നുള്ളതാണ് സൂചനകൾ, ഇപ്പോഴത്തെ രാഷ്ട്രീയ സൂചനകൾ. ഇവിടെ ഇത്തരം സഹകരണങ്ങൾ ഇനിയും അതിനുള്ള സാധ്യതകളൊക്കെ തന്നെ നേരത്തെ കുട്ടനാട് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സഹകരണ സാധ്യതയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ടും ഇത്തരത്തിലുള്ള സാധ്യതകൾ ഇനിയും കോൺഗ്രസിനെയും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടുണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അല്ല, ഏതായാലും കേരള കോൺഗ്രസ് UDF-ഉമായിട്ട് ഇനി ബന്ധമില്ല, UDF-ന് കേരള കോൺഗ്രസിന് ബന്ധമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് അപ്പോൾ അല്ലെങ്കിൽ തന്നെ കേരള കോൺഗ്രസ് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടാണ്, എല്ലാ മുന്നണികളോടും തുല്യദൂരം പാലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് ഇനി എങ്ങോട്ട്, KM മാണി എങ്ങോട്ട്, ജോസ് കെ മാണി എങ്ങോട്ട്, കേരള കോൺഗ്രസിന്റെ അടുത്ത നേതൃത്വം ജോസ് കെ മാണിയിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസിനകത്തുള്ള MLA-മാരും മറ്റ് നേതാക്കന്മാരും PJ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും അവരുടെ നിലപാട് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളായിരിക്കും ഇനി കേരള ഒരു ഘട്ടത്തിൽ ജോസ് കെ മാണിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ കരുനീക്കങ്ങൾക്ക് അല്ലെങ്കിൽ ആ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മാണിയുടെ ചില തന്ത്രങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഈ ഒരു സാധ്യത, ഈ സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു സാധ്യത ഈ ഒരു വിഷയത്തിൽ ഊന്നി അതിനൊക്കെയുള്ള ഒരു പശ്ചാത്തലം ഇപ്പോൾ എങ്ങനെയാണ്? അതിനുള്ള പശ്ചാത്തലം PJ ജോസഫിന് ഒരിക്കലും UDF വിട്ടുപോരുന്നതിനോട് താല്പര്യമില്ല. ജോസഫ് ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. ജോസഫിന്റെ ഒരു പക്ഷേ പ്രധാന പ്രശ്നം ജോസഫിന്റെ തൊട്ടടുത്ത് നിൽക്കാൻ ജോസഫിനെ പോലുള്ള MLA-മാരുണ്ട്. എങ്കിൽ പോലും ഒരു രാഷ്ട്രീയമായി ഒരു പ്രതിസന്ധി വരുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നിയന്ത്രിക്കാനും നയിക്കാനും പറ്റിയ ഒരു സപ്പോർട്ട് ബേസ് PJ ജോസഫിന് തൽക്കാലം ഇല്ല. ആ ഒരു പ്രശ്നം ജോസഫ് അഭിമുഖീകരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു അടിയന്തര സാഹചര്യത്തിൽ ജോസഫ് ഒരു പുതിയ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറായി വരും എന്ന് തന്നെയാണ് സൂചനകൾ. ഞാൻ തിരികെ എത്താം. ശ്രീ ജേക്കബ് ജോർജ് ദയവായി തുടരുക. ഇപ്പോൾ ശ്രീ ജേക്കബ് അരികുപുറം ചേരുന്നുണ്ട്. ആലപ്പുഴയിലെ കേരള കോൺഗ്രസ് നേതാവാണ്. ഞാൻ എത്താം. ശ്രീ ജേക്കബ് അരികുപുറം, ഇവിടെ ഇന്നലത്തെ ഈ ഒരു ധാരണയും അതുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും ഒക്കെയാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നമായി ഉയർന്നു വരുന്നത്. യഥാർത്ഥത്തിൽ
ഇപ്പോൾ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ വിധത്തിൽ ഒരു വലിയൊരു തോൽവി ഉണ്ടായപ്പോൾ ഒരു ഭാഗത്തു നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഈ വിധത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ ഒരു പശ്ചാത്തലം യഥാർത്ഥത്തിൽ ഈ ഒരു പശ്ചാത്തലം ഒഴിവാക്കാവുന്നതായിരുന്നില്ലേ? അല്ല, കോൺഗ്രസ് പാർട്ടി കേരള കോൺഗ്രസ് മുന്നണി നിൽക്കുമ്പോൾ തന്നെ കേരള കോൺഗ്രസിനോട് കാണിച്ചിട്ടുള്ള വഞ്ചന പലപ്പോഴും മാണി സാറിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് അത് ക്ഷമിക്കപ്പെട്ടു പോയിരുന്നത്. പുറത്ത് മുന്നണിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തു വന്നതിന് ശേഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പറഞ്ഞോളൂ, കേൾക്കാം. അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായതാണ്. ശ്രീ ജേക്കബ് അരികുപുറം ആണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് തന്നെയാണ് ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് കരുതുന്നു. എത്താം. ഏതായാലും വീക്ഷണ പത്രത്തിലൂടെ അതിരൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം നേതാക്കൾ പറഞ്ഞതിനും അപ്പുറത്തേക്കുള്ള വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും KM മാണിയുടെ നിലപാടിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മാണി ഗ്രൂപ്പിനെതിരെ KM മാണിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് വീക്ഷണം പത്രത്തിലൂടെ അതിന്റെ മുഖപ്രസംഗത്തിലൂടെ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ ജേക്കബ് തോമസ് അരികുപുറം ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ ജേക്കബ് തോമസ്, ഇവിടെ രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കാത്തത് എന്നതടക്കം വളരെ രൂക്ഷമായ ഭാഷയിലാണ് വീക്ഷണത്തിൽ ഈ വിധത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പോഴത്തെ ഈ കോൺഗ്രസിന്റെ പ്രതികരണം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? മുന്തിരിങ്ങ പറിക്കാൻ ചാടിയ കുരങ്ങന്റെ അനുഭവമാണ് ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്. ഇപ്പം മുന്തിരിങ്ങ പുളിക്കുന്നു എന്ന ലൈനിലാണ് ഇപ്പോൾ കോൺഗ്രസ് സംസാരിക്കുന്നത്. പുറത്തു പോയതിനു ശേഷവും കേരള കോൺഗ്രസിനെ സ്വാഗതം ചെയ്യാൻ രണ്ടു കൈയും നീട്ടി മുഴുവൻ നേതാക്കളും തയ്യാറായി നിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വളരെ തിക്താനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലാണ് ഇതിന്റെ തുടക്കം. ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടി ആദ്യത്തെ 1 വർഷവും തുടർന്നുള്ള 3 വർഷം കേരള കോൺഗ്രസ് പാർട്ടിക്കും എന്ന് തീരുമാനിച്ചിരുന്ന ആ കരാർ, എന്റെയിലുള്ള കരാറിന്റെ കോപ്പി അവർ ലംഘിക്കുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസുമായി ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ കോൺഗ്രസിന് നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അവരുടെ പ്രസിഡന്റിനെ രാജിവെപ്പിക്കാൻ കഴിഞ്ഞില്ല. പ്രതിപക്ഷം ഞങ്ങളുമായി സംസാരിച്ചു. അന്ന് അവിശ്വാസം കോൺഗ്രസ് കൊണ്ടുവന്നപ്പോൾ അതിനെ പിന്താങ്ങാൻ ഇടതുപക്ഷത്തെ സമീപിക്കാൻ കോൺഗ്രസിന്റെ അന്നത്തെ ജില്ലാ നേതൃത്വം ഞങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾ ഇടതുപക്ഷ നേതൃത്വവുമായി സംസാരിച്ചു. ആ അന്നത്തെ സാഹചര്യത്തിൽ അവിശ്വാസത്തിന് അനുകൂലമായി ഇടതുപക്ഷം മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കാനിടയായത്. ഞങ്ങൾ വ്യക്തമായ ധാരണ ആ കാര്യത്തിൽ കോൺഗ്രസുമായി ഇടതുപക്ഷവുമായി ഉണ്ടാക്കിയിട്ടുണ്ട്. തുടർന്നുള്ള ചർച്ചകൾ ഇടതുപക്ഷവുമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ കോട്ടയത്ത് വലിയ തിക്താനുഭവം ഉണ്ടായ കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചടിക്കാൻ കിട്ടിയ ഒരു അവസരം. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആകെ തന്നെ കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുന്നു. ആ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു പിടിവള്ളി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് കേരള കോൺഗ്രസ് മാണിയ. മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സഹായമില്ലാതെ വലിയ വർത്താനം പറയുന്ന പുതുപ്പള്ളിയിലും ഉൾപ്പെടെ വിജയിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള കോൺഗ്രസിനെ കൂടെ നിർത്താൻ അവർ ആഗ്രഹിച്ചത്. KM മാണി വളരുക എന്ന്, കോട്ടയം ജില്ലയിൽ വളരുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. ഇതുണ്ടായ കാലഘട്ടം മുതൽ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ള തർക്കമില്ല. ഒരിക്കലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള കോൺഗ്രസിനെതിരായിട്ടില്ല. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്നും മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് എമ്മിനെ നശിപ്പിക്കുന്നതിനുള്ള മുൻകൈ എടുത്തിട്ടുള്ളത് മാർക്സിസ്റ്റ് കോൺഗ്രസ് ആണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരള കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് മാറ്റത്തിന്റെ സൂചന കാണിച്ചപ്പോൾ അത് പ്രാദേശികമാണെന്ന് മാണി സാർ സൂചിപ്പിച്ചു. എങ്കിൽ പോലും കേരള കോൺഗ്രസ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ കോൺഗ്രസിന്റെ തിക്താനുഭവത്തിന്, നിഷേധത്തിന്, അഹങ്കാരത്തിന് എതിരായ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിനെ മാണി സാറിന് പിന്തുണ കൊടുക്കും എന്ന് തന്നെയാണ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എന്നുള്ളതിലെ എന്റെ വിശ്വാസം. നന്ദി ശ്രീ ജേക്കബ് തോമസ് അരികുപുറം ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.